പാരമ്പര്യ സദാചാര സങ്കല്പങ്ങളെ തച്ചുടച്ച അതുല്യ പ്രതിഭയാണ് ശില്പി കാനായി കുഞ്ഞിരാമനെന്ന് ഗാനരചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ കെ ജയകുമാർ IAS പറഞ്ഞു. പുല്ലൂരിൽ ഒരേ ഒരു കാനായി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ശരീരത്തിന്റെ നഗ്നതയും അശ്ലീലവും രണ്ടാണെന്ന് സ്ഥാപിക്കുകയും പാരമ്പര്യ സദാചാര സങ്കല്പങ്ങളെ തച്ചെടുക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് കാനായി എന്ന് കവിയും ഗാനരചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ കെ ജയകുമാർ IAS പറഞ്ഞു. പുല്ലൂരിലെ അഡ്വക്കേറ്റ് P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം വിശ്വവിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമനെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ഒരേ ഒരു കാനായി എന്ന പരിപാടിയിൽ കാനായി കുഞ്ഞിരാമനെ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാമായിരുന്നിരിക്കാം കാനായിയുടെ വർക്കിനെ പറ്റി. പക്ഷെ അറിഞ്ഞുകൂടാത്തവരെ സംബന്ധിച്ചിടത്തോളം കാനായി ഒരു ശില്പിയാണ് എന്ന് മാത്രം അറിയാം. മലമ്പുഴയിൽ ഒരു യക്ഷിയുണ്ട്. ഇത്രയൊക്കെ മാത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭൂഖണ്ഡം കണ്ടുപിടിച്ച കൊളംബസിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാവികൻ്റെയോ അത്ഭുതം നിങ്ങൾക്കുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തൻ്റെ ജീവിതം കൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു ജനകീയമായ ശില്പകല അവബോധമില്ലാത്ത ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ജനകീയ ശില്പങ്ങൾ എന്ത്, എന്തിനെ, എങ്ങനെ എന്ന് സ്വയം നിർവചിച്ച് സ്വയം അതിന് പ്രചരിപ്പിച്ച് അത് ആവിഷ്കരിച്ച് അതിൻ്റെ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അതിനെ പ്രതിരോധിച്ച് ധീരതയോടുകൂടി മുമ്പോട്ട് പോകുന്ന ശ്രീ കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ധീരതയുടെ പര്യായമാണ് ഈ ശില്പി എന്ന്. ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ P. പത്മനാഭൻ അധ്യക്ഷനായി. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് അലൂമിനി അസോസിയേഷനും കാനായിയെ ആദരിച്ചു. ചിത്രകാർ കേരളയുടെ നേതൃത്വത്തിൽ ചിത്രാദരവും ഒരുക്കി. ചലച്ചിത്ര സംവിധായകരായ രാജീവ് അഞ്ചൽ, നേമം പുഷ്പരാജ്, രാജു ഭദ്രൻ, രാജേന്ദ്രൻ പുല്ലൂർ, P. വേണുഗോപാലൻ, ബിന്ദു ജയകുമാർ, നാരായണൻ മാടിക്കാൽ, K. ബിന്ദു, V. രാജൻ, P.V. ശ്യാമള ടീച്ചർ, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് മുമ്പായി നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത കാനായിയുടെ കഥ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. കളിമൺ രൂപങ്ങളിൽ നിന്ന് അടുത്ത ഘട്ടമായ മെഴുക് രൂപങ്ങളിലേക്ക് എത്തുമ്പോൾ സൂക്ഷ്മതയ്ക്കായി കാനായി പുലർത്തുന്ന അധ്വാനത്തിന്റെ തപോദൃശ്യങ്ങൾ കാണാം. ശില്പം പിറവിയെടുക്കുന്ന ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ കാനായിയെ മാത്രമേ കാണാൻ കഴിയൂ. വാർപ്പ് പണിയുടെ വിവിധ ഘട്ടങ്ങളിലും വാർത്തെടുക്കുന്ന ശില്പങ്ങൾ കൂട്ടിയിണക്കുന്നിടത്ത് മാത്രമേ തൊഴിലാളികളുണ്ടാവൂ. കാനായിയുടെ പണിപ്പുരയിൽ ഏത് ഘട്ടത്തിലും മുഖ്യ സഹായി പോലെ കാണാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയ സഹധർമ്മിണി ശ്രീമതി നളിനി. വാർത്തെടുത്ത് കൂട്ടിയോജിപ്പിക്കുന്ന ശില്പങ്ങൾ, കൊത്തിയെടുക്കുന്ന ദ്വിമാന ശില്പങ്ങൾ, എവിടെയും പ്രഭ ചിതറുന്ന ഒരു കാനായിത്തമുണ്ട്. മുൻ ക്യാപ്റ്റൻ V. കൃഷ്ണൻ, ഡോക്ടർ K. കൃഷ്ണേന്ദു എന്നിവർക്കും ആദരവ് നൽകി. K. ജയകുമാറിന്റെ എഴുത്തും ജീവിതവും ആസ്പദമാക്കി പ്രഭ അജാനൂർ നയിച്ച സ്നേഹ സംഭാഷണവും നടന്നു. തുടർന്ന് കലാസായാഹ്നവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പെരിയ.